പേര് ആൻസമ്മ. കൊളത്തൂരിൽ നിന്നിരുന്നു. 15 വർഷമായി സന്ധിവാതന ചികിത്സയിലായിരുന്നു. 3 വർഷം മുമ്പ് വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോൾ ആകെ തകർന്ന കുടുംബം ഇപ്പോൾ വിശ്വാസത്തിൽ വരണമെന്ന് സൗഖ്യം കിട്ടണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഒത്തിരിയേറെ പൈശാചിക പ്രവർത്തനത്തിൽ കടന്നുപോയിട്ടും വിശ്വാസം നഷ്ടപ്പെടാതെ വന്നപ്പോൾ ഓരോ സമയത്തും ഞാൻ അച്ഛനോട് വന്ന് പറയുമായിരുന്നു. അപ്പോൾ അച്ഛനും പ്രാർത്ഥിച്ചു, വിശ്വാസത്തിൽ വരും, വിശ്വാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ദിവ്യബലിയെങ്കിലും നിന്ന് സംബന്ധിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 15 മിനിറ്റ് നിൽക്കാൻ കഷ്ടിച്ച് പറ്റുന്ന എനിക്കിപ്പോൾ അരമണിക്കൂർ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അത്രയും സമയം നടക്കാനും അത്യാവശ്യ കാര്യങ്ങൾ നോക്കാനും മാത്രമേ സാധിക്കുള്ളൂ. എനിക്കിപ്പോൾ ഒത്തിരി സൗഖ്യം കിട്ടുകയും ഒത്തിരിയേറെ കാര്യങ്ങൾ നടക്കുവാനും എൻ്റെ യേശു അതുപോലെ തന്നെ ഞങ്ങൾക്ക് താമസിച്ചെടുക്കാനും കൂടാൻ ഈ വിശ്വാസ വർഷത്തിൽ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതും ഞങ്ങൾക്ക് 4 പേർക്കും കൂടി സാധിച്ചു കിട്ടി. അങ്ങനെ വീട്ടിൽ ഒത്തിരിയേറെ വിശ്വാസത്തിൽ തിരികെ വരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ദൈവത്തിന് നന്ദി പറയാം. ഈ മകൾ ആശിച്ചത് ഓർക്കുക. വിശ്വാസത്തിൽ ദൈവോന്മുഖമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണമെന്നുള്ളതായ വലിയൊരു ആഗ്രഹം. ആ ആഗ്രഹത്തെയാണ് കൂടുതലായിട്ട് അവൾ വിലപ്പെട്ടതായി ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതിക്കപ്പെടണം. അതാണ് ആഗ്രഹം. അപ്രകാരം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തിന്മകളെ, ഉപദ്രവങ്ങളെ, ദുരാത്മശക്തികളെ, പീഡനങ്ങളൊക്കെ വിടുതൽ പ്രാപിക്കുകയും ബലിയിലൊക്കെ സംബന്ധിക്കുന്നതിന് വേണ്ടി നിന്ന് ബലിയർപ്പിക്കാനായിട്ടൊക്കെ കഴിയുകയും ചെയ്തു. നമുക്ക് ഈ മകൾക്ക് ദൈവം കൊടുത്തതായ ഈ വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞോട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.